തന്റെ ജീവന്റെ പാതിയാകാൻ ആഗ്രഹിച്ചവൻ ഒരു അപകടത്തിൽ നെഞ്ചിനു താഴെ തളർന്നു കിടക്കുന്നു. ഈ കാഴ്ച കണ്ട് ഇനി അവനൊപ്പം മാത്രം ജീവിക്കും എന്ന തീരുമാനം ഒന്നുകൂടെ ഉറപ്പിച്ചാലോ? അപ്പോഴാണ് നമ്മുടെ പ്രണയം കൂടുതൽ മനോഹരമാകുന്നതല്ലേ. അകലാനുള്ള 100 കാരണങ്ങൾ അരികെയുണ്ടെങ്കിലും അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നീ മതി എന്ന തീരുമാനമെടുത്തിടത്ത് നിന്നാണ് ജ്യോതികയും യദുവും മലയാളികൾക്ക് പ്രിയങ്കരരാകുന്നത്. +2 പഠിക്കുമ്പോൾ മുട്ടിട്ട പ്രണയം നെഞ്ചിനു താഴെ ഇനി ചലിക്കില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ അവൾ അവനൊപ്പമുണ്ട്. അതെ, ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ യദുവിന്റെയും ജ്യോതികയുടെയും കഥയാണ്. കഥയല്ല, ജീവിതമാണ്. ഒരേ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയറും സീനിയറുമായി പഠിക്കുന്ന കാലത്താണ് ജ്യോതികയുടെയും യദുവിന്റെയും മനസ്സിൽ പ്രണയം മുട്ടിട്ടത്. ദിവസങ്ങൾ പിന്നിടും മുൻപ് തന്നെ വിവരം വീട്ടിലറിഞ്ഞു. സ്വാഭാവികമായ എതിർപ്പുകൾ ഒരു ഭാഗത്തു കൂടി നടക്കുമ്പോഴും അതിമനോഹരമായി ഇവർ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അടിയും വഴക്കുമെല്ലാമായി സംഘർഷഭരിതമായ ഒരു പ്രണയകാലം. അതിനുശേഷം എന്തോ ഒന്നിനും അകറ്റാനാവാത്ത എന്തോ ഒന്ന് പരസ്പരം അവരെ ചേർത്തു വയ്ക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയായിരുന്നു ഇരുവരും. പഠനത്തിൽ ഒട്ടും പിന്നോട്ട് പോകാതെ ജ്യോതിക BSc സൈബർ ഫോറൻസിക് സയൻസും യദു പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും BSc അനസ്തേഷ്യയും പൂർത്തിയാക്കി. അതിനോടകം ഇരുവരുടെയും പ്രണയത്തെ ഇരു കുടുംബങ്ങളും അംഗീകരിച്ചു തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പതിവ് പോലെ ഒരു ദിവസം കാലത്ത് യദുവിന്റെ ഫോൺ വിളി കാത്തിരുന്ന ജ്യോതികയെ തേടിയെത്തിയത് നടുക്കുന്ന അപകട വാർത്തയാണ്. അമ്മയുമൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിടിച്ച് യദു ആശുപത്രിയിലായി എന്ന വാർത്ത. വിവരമറിഞ്ഞ് അച്ഛൻ തന്നെ ജ്യോതികയെ ആശുപത്രിയിൽ എത്തിച്ചു. സ്പൈനൽ കോഡിന് ക്ഷതമേറ്റു എന്നായിരുന്നു ഡോക്ടർമാരുടെ നിരീക്ഷണം. 2 ആഴ്ചക്കാലം യദു ICUവിൽ തുടർന്നു. യദുവിനെ നേരിട്ട് കാണാനാവുന്നില്ലെങ്കിലും ആ സമയം കൊണ്ട് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും രോഗാവസ്ഥയെക്കുറിച്ച് ജ്യോതിക മനസ്സിലാക്കി. ഒടുവിൽ യദുവിന് നെഞ്ചിനു താഴേക്ക് ഇനി ചലനശേഷി ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോഴേക്കും ആ സാഹചര്യവും എത്തി. അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ജ്യോതിക മനസ്സിനെ പാകപ്പെടുത്തി. ഈ സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വെല്ലൂരിൽ ചികിത്സ തേടിയെങ്കിലും പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല ഫലങ്ങൾ. എന്നാൽ ഈ സാഹചര്യത്തിലും ജീവിതം കൈവിട്ടു കളയേണ്ടതല്ല എന്ന ഊർജം അവിടെ നിന്ന് ലഭിച്ചു. കൈകൾക്ക് കൂടുതൽ ശക്തി നൽകി വീൽചെയർ ചലിപ്പിക്കാനും വസ്ത്രം ധരിക്കാനുമൊക്കെ യദു പരിശീലിച്ചു. റീഹാബിലിറ്റേഷന്റെ അവസാന ഘട്ടത്തിൽ ജ്യോതികയും ഒപ്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി. അപകടത്തിന് മുൻപ് ഇരുവരുടെയും ബന്ധത്തെ അംഗീകരിക്കാൻ വീട്ടുകാർ മടിച്ചിരുന്നെങ്കിൽ യദുവിന്റെ രോഗസ്ഥിതിയിൽ ഒപ്പം നിൽക്കാനുള്ള ജ്യോതികയുടെ മനസ്സുറപ്പിന് മുന്നിൽ ഒടുവിലവർ തോൽവി സമ്മതിച്ചു. ഇരുവരുടെയും ബന്ധത്തെ തുറന്ന മനസ്സോടെ കുടുംബങ്ങൾ അംഗീകരിച്ചു. ഇന്ന് തന്റെ വീട്ടുകാർക്ക് തന്നേക്കാൾ പ്രിയം യദുവിനോടാണെന്നാണ് ജ്യോതിക പറയുന്നത്. ആ വാക്കുകളിൽ സന്തോഷത്തിന്റെ തിരയിളക്കം കാണാം. 2023 ഡിസംബറിലായിരുന്നു അപകടം. ചികിത്സകൾക്കു ശേഷം യദു തിരികെ വീട്ടിലെത്തിയ നാൾ മുതൽ പ്രിയപ്പെട്ടവന് കൂട്ടിരിക്കുക തന്നെയാണ് ജ്യോതിക. മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയമത്രയും ജ്യോതിക മാത്രമാണ് യദുവിന് ആശ്രയം. ഇന്നൊരു നിമിഷം പോലും യദുവിനെ പിരിഞ്ഞിരിക്കുന്നത് ചിന്തിക്കാനാവാത്ത നിലയിലാണ് താനെന്ന് ജ്യോതിക പറയുന്നു. യദുവിന്റെ അവസ്ഥയും മറിച്ചല്ല. ഒരുമിച്ച് പങ്കിടുന്ന സമയം വിഷമിച്ച് നഷ്ടപ്പെടുത്താതെ സന്തോഷകരമാക്കാൻ ഇരുവരും ചേർന്ന് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പേജുകൾ ആരംഭിച്ച് വീഡിയോകൾ ചെയ്തു തുടങ്ങി. ഇതിനിടെയായിരുന്നു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലേക്കുള്ള രംഗപ്രവേശനം. യദുവിന്റെ പ്രോത്സാഹനവും പിന്തുണയുമാണ് ജ്യോതികയെ വേദിയിലെത്തിച്ചത്. ഇവരുടെ പ്രണയകഥ ലോകമറിഞ്ഞതും ഇതേ വേദിയിൽ വച്ചാണ്. അതോടെ അന്നോളം അറിയാത്ത നാട്ടുകാർ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങി. സഹായിക്കാനും പിന്തുണയേകാനും തയ്യാറായി ധാരാളം ആളുകൾ ഒപ്പമെത്തി. ജീവിതത്തെ കൂടുതൽ ഉന്മേഷത്തോടെ യദുവും കണ്ടു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ജ്യോതിക പറയുന്നത്. ഏറ്റവും വലിയ സ്വപ്നമായ വിവാഹത്തിലേക്ക് ആദ്യ പടി വച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഇരുവരും. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം. പഠിച്ച മേഖലകളിൽ ജോലി ചെയ്യാനുള്ള സാധ്യത നിലവിലെ ജീവിത സാഹചര്യത്തിലില്ല. ജോലിയുടെ പേരിൽ പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ മനസ്സും അനുവദിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത വേണമെന്നതിനാൽ ഇരുവർക്കും ഒന്നായി ചേർന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും മേഖല കണ്ടെത്തി സുരക്ഷിതമായി ജീവിതം നയിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് ഇരുവരും. സാഹചര്യങ്ങളോ മനസ്സോ തിരിച്ചറിയാതെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുന്നവരും കുറവല്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത അത്ര ആഴത്തിൽ ചേർന്നു പോയ മനസ്സുകളാണ് ഇരുവരെയും നയിക്കുന്നത്. ഒരുമിച്ചിരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും അത്രത്തോളം മനോഹരമാക്കി ഓരോ കണ്ണുനീർ തുള്ളിയിലും പ്രണയത്തിന്റെ മഴവില്ല് വിരിയിച്ച പ്രതീക്ഷയോടെ ഇവർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടക്കുകയാണ്. ഇതാണ് തേപ്പും ചതിയുമില്ലാത്ത പ്രണയം. മനസ്സുകൊണ്ട് പ്രണയ സൗന്ദര്യം ആസ്വദിച്ചവർ. ഇന്നത്തെ കാലത്ത് വളരെ കുറച്ചു മാത്രമേ ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ കാണാൻ സാധിക്കൂ.